സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആ ശിഹാബ് തങ്ങളെ ഇവർക്കെന്താ വെറുപ്പ് എന്നറിയോ? കാരണം സിറാജുൽ ഹുദയെ സഹായിച്ച ആളാണ്, പേരോടിനെ പ്രോത്സാഹിപ്പിച്ച ആളാണ്, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കുവഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഫാത്തിഹ എന്ന ആളാണ്. അതുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളോട് എന്താ വെറുപ്പ്? ഞാൻ ചോദിക്കട്ടെ മൗലൈമാരേ, തങ്ങളവറുകൾ വഫാത്തായിരുന്ന ദിവസം ഞാൻ ഈ ആവോലത്ത് എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ മരിച്ചിട്ട് അവിടെയുണ്ട്. ഞാൻ അവിടെ നിന്ന് വിവരമറിഞ്ഞു. എപ്പോഴും നന്ദി വേണമല്ലോ, ബോധം വേണമല്ലോ. ഞാനതാ തങ്ങൾ മരിച്ച വിവരമറിഞ്ഞപ്പോ മഹാനായ കാന്തപുരം ഉസ്താദ് അന്ന് തമിഴ്നാട്ടിലാണ്, നമ്മളെ നേതാക്കൾ പലരും പല സ്ഥലത്താണ്. ഞാൻ തങ്ങൾ ഉസ്താദിനെ വിളിച്ച് വിവരം പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉസ്താദേ തങ്ങൾ വഫാത്തായല്ലോ, നമുക്ക് ആയിരക്കണക്കിന് മദ്രസയില്ലേ കേരളത്തിലും പുറത്തും? അതേ, ആയിരക്കണക്കിന് മദ്രസയില്ലേ? ആ മദ്രസയിൽ അതാ ലക്ഷക്കണക്കിന് കുട്ടികളില്ലേ? അതുപോലെ 10,000കണക്കിന് മുഅല്ലിമീങ്ങളില്ലേ? അവരൊക്കെ നാളെ അവരവരുടെ മദ്രസയിൽ നിന്ന് അതാ തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹയും സൂറത്ത് ഓതി യാസീൻ ഓതി ദിക്റ് ചൊല്ലി ദുആ നടത്തിയാൽ അതൊരു നല്ല കാര്യമല്ലേ? അതിനുവേണ്ടി ഉസ്താദിന്റെയും മറ്റും ഒരു പ്രസ്താവന കൊടുക്കട്ടെ. ഉസ്താദ് അവர்கள் പറഞ്ഞു നിർബന്ധമായും കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളാൽ തങ്ങളെ വിളിച്ചു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങൾ പറഞ്ഞു നിർബന്ധമായും കൊടുക്കണം. ഞാൻ മൗലാന എം.എ. ഉസ്താദിനെ വിളിച്ചു. എം.എ. ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. ഖലീൽ തങ്ങളെ വിളിച്ചു. അങ്ങനെ ഓരോ നേതാക്കളെയും വിളിച്ചു. എന്നിട്ട് ഞാനതാ പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന മുഴുവൻ പണ്ഡിതന്മാരെയും പേരിൽ കൊടുത്തു. അൽഹംദുലില്ലാഹ്, തങ്ങളവറുകളുടെ വഫാത്ത് നടന്ന ദിവസം തന്നെ ആയിരക്കണക്കിന് മദ്രസകളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ 10,000കണക്കിന് പണ്ഡിതന്മാർ തങ്ങളെ പേരിൽ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതി ദുആ നടത്തിയില്ലേ മുസ്ലിമീങ്ങളെ? എന്നിട്ട് നമ്മളെയൊക്കെ തങ്ങളെ വിരോധിയാണെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഇവരെന്തെല്ലാം കുതന്ത്രങ്ങളിൽ പയറ്റി ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾക്ക് എതിരെ പറഞ്ഞു എന്ന് പറയാൻ കള്ളരേഖ കൊണ്ടുവന്നിട്ട് ഞാൻ പിടിച്ചതല്ലേ സെലഫി, കാണിച്ചതല്ലേ സെലഫി. എന്നാൽ ശിഹാബ് തങ്ങളെ പേരെടുത്തിട്ട് നിങ്ങളെ നേതാക്കന്മാര് പറയുന്ന നീചമായ വാക്കുകൾ മുസ്ലിം സമുദായം ഒന്നറിയട്ടെ, ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾ സമുദായത്തിന്റെ ശത്രുക്കളല്ലേ? യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സർവ്വ മുസ്ലിം നേതാക്കളെയും നിസ്സാരപ്പെടുത്തലും നിന്ദിക്കലും നിങ്ങളെ പരിപാടിയല്ലേ? ഒന്ന് വെച്ചുകൊടുക്ക മോനെ. പിന്നെ തങ്ങന്മാരെങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിന് ഒരു നേതാവ്, മതസംഘടനയിൽ ഒരു നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആൾ ഒരു ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയാണ് ഞങ്ങൾക്ക്. കേട്ടില്ലേ മുസ്ലിമീങ്ങളെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറന്ന് 5 നേരം കൃത്യമായി നിസ്കരിച്ച് സദാ ആയിരക്കണക്കിന് പള്ളികൾക്കും ആയിരക്കണക്കിന് മദ്രസകൾക്കുമൊക്കെ മുസ്ലിം ഉമ്മത്ത് തറക്കല്ലിടാൻ വേണ്ടി, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ മുമ്പ് കാണിച്ചില്ലേ? മംഗലപുരത്ത് നമ്മളെടുത്ത പള്ളി ഉള്ളാൾ തങ്ങളെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം കാന്തപുരം ഉസ്താദ് എടുപ്പിച്ച പള്ളി, അതിന്റെ ഉദ്ഘാടനത്തിനടക്കം തങ്ങളെ ക്ഷണിച്ചില്ലേ? തങ്ങൾ വന്നില്ലേ? തങ്ങളും ഞങ്ങളും ഒന്നങ്ങി പങ്കെടുത്തില്ലേ? പറയുന്ന ഞാനതിന്റെ കമ്മിറ്റി മെമ്പറാണ്. ചോദിക്കട്ടെ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഈ മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത അതേ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ഒരാളാണെന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, കരുണാകരനെ ഇമാമത്ത് നിർത്താൻ പറ്റോ മൗലവി? ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഖുതുബോദാൻ പറ്റോ മൗലവി? അവരൊക്കെ ഉന്നത നേതാക്കൾ തന്നെ, രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ മതപരമായി പറയുമ്പോ, ആത്മീയമായി പറയുമ്പോ കരുണാകരനെ പോലെയാണ് ശിഹാബ് തങ്ങൾ, അതേ ഉമ്മൻചാണ്ടിയെ പോലെയാണ് ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ കരുണാകരൻ അത് ഇഷ്ടപ്പെടുമോ? ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുമോ? കരുണാകരൻ ശിഹാബ് തങ്ങൾ എടുക്കൽ അത് ആശീർവാദത്തിന് പോകാറില്ലേ? ഉമ്മൻചാണ്ടി പോകാറില്ലേ? ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ശിഹാബ് തങ്ങൾ
അതാ ആശീർവാദത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി അങ്ങോട്ട് കാണാൻ പോകാറുണ്ടോ? അല്ല അതുപോലെ തന്നെ കരുണാകരനെ കാണാൻ ഗുരുവായൂർ പോകാറുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, യഹൂദികളെ ചാരന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന എല്ലാ തങ്ങന്മാരെയും എല്ലാ അലിമീങ്ങളെയും ഇങ്ങനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കമ്പനി ഇവരല്ലാതെ മറ്റാരാണ്? ഓ മുസ്ലിമീങ്ങളെ, ഇതിനൊക്കെ മറുപടി പറയൂ സലഫി. ഞാനിവിടെ 1000 ക്ലിപ്പ് കാണിച്ചിട്ട് ഒരൊറ്റ ഒന്ന് തൊടാതെ നിങ്ങൾ 10 മാസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു കാണിച്ചതെന്ന് ജനങ്ങൾ മറക്കുന്നത് വരെ കാത്തിരുന്നിട്ട് 10 മാസം കഴിഞ്ഞ് ഇറങ്ങി അതാ എഴുന്നേറ്റ് വന്നാ പോരാ. പറയൂ, ഓരോന്നിനും മറുപടി പറയൂ. മുസ്ലിം സമുദായത്തോട് മറുപടി പറയൂ. നിങ്ങൾക്ക് ആരെയാ പിടിച്ചത്? ഇമാമിങ്ങൾ തെറ്റുപറ്റുന്നവര് യാപതങ്ങളതാ. അതാ മറ്റുള്ളവരെ പോലെ നിങ്ങളുടെ വാദവും നിങ്ങളെ മതവും ഏതാണ് മൗലവി? ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവുണ്ട്, അബ്ദുസ്സമദ് സമദാനി. അയാളെ തീരെ പറ്റുന്നില്ല ഇവർക്ക്. എന്താ കാരണം? അയാൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു കളയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇഖ്ബാലിന്റെ പാട്ട് പാടിയിട്ട് പറയുന്നു. അയാൾ സലാത്തിയെല്ലാം പറയുന്നു. അതുകൊണ്ട് അബ്ദുസ്സമദ് സമദാനി ജോർജ് ബുഷിനേക്കാളും മോശം. ആരാ പറയുന്നത്? മൗലവിമാര്. സമദാനിന്റെ പേര് പറയുന്നില്ല, കാരണം സാഹസ് വേറെ വരുമെന്ന് പഠിച്ചിട്ട്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന പലരും, വാർഷിക പ്രഭാഷണം നടത്തുന്ന പലരും ഇഖ്ബാലിന്റെ കവിതയിലൂടെ റസൂലിനെ പരിചയപ്പെടുത്താറുണ്ട്. അബദ്ധമാണ്. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ മുസ്ലിം ലോകം അനുഭവിക്കുന്ന ദുരന്തം ജോർജ് ഡബ്ല്യു ബുഷിന്റെ കടന്നുവരവല്ല, ഈ മാതിരി തകർച്ചയാണ്. കേട്ടില്ലേ? ഇഖ്ബാലിന്റെ പദ്യമുദ്ധരിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ ജോർജ് ബുഷ് പ്രശ്നമല്ല. സംഗതി ശരിയാണല്ലോ, പരസ്പരം യോജിപ്പാണല്ലോ, ജോർജ് ബുഷുമായിട്ട് യോജിപ്പാണല്ലോ. അപ്പൊ ജോർജ് ബുഷ് അല്ല പ്രശ്നം, ഇഖ്ബാലിന്റെ പദ്യം ചൊല്ലിയിട്ട് സമദാനി പ്രസംഗിക്കുന്ന പ്രശ്നമല്ലേ? ഓ മുസ്ലിമീങ്ങളെ, ഞാൻ പറഞ്ഞതിന് ഓരോന്നിനും ഞാൻ തെളിവ് പറയുന്നില്ലേ? ഇനിയും നിങ്ങൾ കേൾക്കൂ. കഴിഞ്ഞില്ല. ഞാന് മുമ്പത്തെ പ്രസംഗങ്ങളിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിന്റെ തെളിവുകളെന്ന് പറഞ്ഞു. ഈ മൗലവി പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആൻ ഒരു സ്ഥലത്തില്ല, വെല്ലുവിളിക്കാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഞാനിവിടുന്ന് കേൾപ്പിച്ചു. ആദ്യം അത് കേൾപ്പിക്കും. എന്റെ മൗലവിനെ കൊണ്ട് ബോധലിച്ചേരാ. ഖുർആൻ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിലില്ല പോൽ. ഖുർആൻ അത് പൂർണ്ണമായും ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ മുസ്ലിമീങ്ങളെ. എത്രയുണ്ട്? ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കതിൽ തർക്കമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്നതിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ടെന്നതിൽ തർക്കമില്ലല്ലോ. സഹീഹുൽ ബുഖാരിയിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന സലാത്ത് തന്നെ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു എന്നല്ലേ ഒരു തഫ്സീർ പറഞ്ഞത്. എന്നിരിക്കുമ്പോൾ സലാത്ത് തന്നെ മദ്ഹാണെങ്കിൽ ലോകത്തിന്റെ എല്ലാ പള്ളികളിൽ നിന്നും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്നത് തന്നെ മദ്ഹാണെങ്കിൽ ആ മദ്ഹ് പറയാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളും യഹൂദികളും തമ്മിൽ ബന്ധമില്ലേ? ഇനി ചോദിക്കട്ടെ, ഞാനിതാ പറയുന്നു, ഈ മൗലവിയെ കൊണ്ട് ഞാനൊന്ന് ബുറുദ വൈറ്റ് ചൊല്ലിക്കട്ടെ. അത് നിങ്ങളൊന്ന് കേട്ടോ. നാദാപുരത്ത് വെറുതെയല്ല, ഉറക്കൊഴിച്ച് ഊണുമൊഴിച്ച് ഈ അധ്വാനം നടത്തിയിട്ട് ഈ പ്രസംഗം നടത്തുന്നത് വെറുതെയല്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇമാം ബൂസിരി തങ്ങളെ ബുറുദ ഇപ്പറഞ്ഞ മൗലവിയെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു. അതൊന്ന് കേട്ടോ മുസ്ലിമീങ്ങളെ. മഹാനായ അഷ്റഫുൽ ഖൽഖായ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ പ്രത്യേകത എന്താ? അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം, ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ബൂസീരിയുടെ 2 വരി കവിതകൾ, അദ്ദേഹം അവസാനിപ്പിക്കും പറയുന്ന 2 വരി കവിതകളുണ്ടല്ലോ, അത് നമുക്ക് സ്വീകാര്യമാണ്. ഇമാം ബൂസീരി പറയുകയാണ്, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നാദാപരം കണ്ടനം മുതലാകുന്നുണ്ട് കേട്ടോ, മുതലാകുന്നുണ്ട്. ഓ മൗലവി 2 വരിയല്ല, ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ ചൊല്ലിപ്പിക്കും കേട്ടോ.